ഈ അമ്പളിക്കുണ്ണ കൊണ്ട് എവിടെ പെണ്ണ് കാണാൻ പോയില്ല. എനിക്ക് ഇത് തന്നെ അവസ്ഥ. എന്നെ കൊല്ലിക്കാൻ വേണ്ടി ജനിച്ച ബസ്സും വരുന്നില്ലല്ലോ ദൈവമേ. അമ്പളിക്കുട്ടാ, അമ്പളിക്കുട്ടാ, അയ്യോ അല്ല, ഹലോ, തിരുവല്ല ബസ് സ്റ്റേഷൻ അല്ലേ? ഈ കണിച്ചാമ്പാറ വഴി ഇപ്പൊ ഇതുവഴി ബസ് ഉണ്ടോ? തിരിച്ചിട്ടുണ്ടോ? വരുന്ന അമ്പളിക്കുട്ടാ, പെട്ടെന്ന് വേടാ വരെ ബസ് വരുന്നടാ, ബസ് വരുന്നു, ബസ് ബസ് പോയി. ഒന്നനങ്ങി വാടാ അമ്പളിക്കുട്ട. ഇവിടെ നിന്നാ ഇവിടെ കിട്ടും അടിയാ. ഇനി അതും കൂടെ ഇനി വീണ്ടും ചേട്ടാ ഇവിടെ ബസ് കിട്ടും. പെട്ടെന്ന് പോവാം. നിന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. മേലെ എന്നെ മൊത്തം ബ്രോക്കറെ വിളിച്ചു വരും. എന്നാ പിന്നെ തേർഡ് എലിഫന്റ് എന്ന് വെച്ചാ മൂന്നാനേന്ന് ഒരുപാട് മിണ്ടെന്റെ അടുത്ത്. എടാ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ കൊല്ലിക്കുന്നത്? എത്ര പെണ്ണ് കൊണ്ട് കാണിച്ചടാ? ഒരെണ്ണത്തിനെ പോലും ഇഷ്ടപ്പെട്ടില്ല. എന്നെ ഈ ഒരു അവസ്ഥയിലാക്കിയില്ലടാ. ചെറിയ ആൾക്കാരാ പെണ്ണിന്റെ വീട്ടുകാരും ആങ്ങളാരും അമ്മാവനും കൂടെ തല്ലിയപ്പം നീ അനങ്ങാതെ ഇങ്ങനെ നിന്നല്ലടാ അനങ്ങാപ്പാറ പോലെ. അനങ്ങാപ്പാറ കണക്ക് നിന്നല്ല, അടിയിടയ്ക്ക് ലഡു താഴെ പോയില്ലേ, അത് പിന്നെ തിന്നാൻ വേണ്ടി ഞാൻ ചവിട്ടി പിടിച്ച് വെച്ചേക്ക. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അമ്പളിക്കുട്ട, നീ ആ പെണ്ണോട്ട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിറങ്ങിപ്പോയി. ആ സമയത്ത് അവൾ തിരിച്ചു കയറി വന്നു തുടങ്ങിയ പ്രശ്നമാണ്. എന്തായിരുന്നു അവിടെ വിഷയം? ബ്രോക്കർ പറഞ്ഞൊക്കെ ഞാൻ ചെയ്തായിരുന്നു. ബ്രോക്കർ പറഞ്ഞൊക്കെ ചെയ്തായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ ആരൊക്കെ എന്നെ അടിച്ചെന്ന് ഒരു പിടിയില്ല. പെണ്ണിന്റെ അമ്മാമാര് ആങ്ങളമാര് എല്ലാരും അടിച്ച്. ഓക്കെ, മനസ്സിലാക്കാം. അവിടെ ആ ചടങ്ങിന് പാചകത്തിന് വന്നില്ല ഒരു അമ്മച്ചി, അവരെന്തിനാ കുട്ടയ്ക്ക് അടിച്ചു? ഒരു പിടിയും കിട്ടുന്നില്ല. വലിയവരടിക്കുന്നത് മനസ്സിലാക്കാം. ഞാൻ അടികൊണ്ട് താഴെ വീണപ്പം 6 മാസം പ്രായമുള്ള ഒരു കൊച്ചു ഇഴഞ്ഞു വന്ന് കണ്ണിക്കും. എന്തോന്ന് ഫാമിലി എനിക്ക് അറിഞ്ഞൂടെ എന്തൊക്കെയോ പ്രശ്നങ്ങളോട് നടന്നു. അടിയുടെ ഇടയിൽ ആരോ വിളിച്ച് പറയുന്നിട്ട് കൈസർ പട്ടി ഇങ്ങോട്ട് വാടാ. പട്ടിയല്ലേ, മനുഷ്യനോളം പൊക്കം ഉണ്ടാ. അതിൽ കണ്ണി കാണാവുന്ന കൈ കിട്ടുന്ന സ്ഥലത്തല്ലേ കടിക്കുള്ളൂ. എന്റെ ഭാര്യയുടെ ഭാഗ്യം കൊണ്ട് ഇവിടെ തൊലഞ്ഞു പോയി. അയ്യോ, അതെങ്ങും പോയില്ല. ഞാൻ ആ പാചകപ്പഴി വരി പോയപ്പോഴേ അവിടെ ആരാ പറയുന്നത് കേട്ടോ, പായസത്തിൽ കൈസറിന് ഇടാൻ. ഞാൻ ഒന്നും നോക്കില്ല, അവിടെ വന്ന് കൈസർ വട്ടി കാല് തൂക്കി എടുത്ത് പായസത്തിൽ ഇട്ട്. ചങ്ങല പായസത്തിൽ കൈസർ വട്ടി ഇടാൻ പറഞ്ഞതല്ല, പായസത്തിൽ കേസരി ഇടാൻ പറഞ്ഞതാണ്. അതായിരുന്നു ഞാൻ കൈസറിനെ എടുത്തിട്ട്. ആ വീട്ടിൽ എന്നെ തല്ലായി. ഇനി ആരെങ്കിലും ബാക്കി ഉണ്ടാടാ? അത് പിന്നെ ബ്രോക്കറേ ബ്രോക്കറേ വായനക്കാതെ കാര്യം പറയടാ. ബ്രോക്കറേ ഇല്ല ഇപ്പുറത്തൊന്ന് പറ. ബ്രോക്കറേ അതെ, അപ്പൊ അവളെ മരം വെട്ടുന്ന മാമന്റെ അടി വേസ്റ്റ് ആയില്ല. വേറെ ഏതെങ്കിലും മാമര വീട്ടിൽ ഉണ്ടാ? ഒരു മാമൻ ഉണ്ടായിരുന്നു, പട്ടാളത്തിലാണ്, ലീവ് കിട്ടില്ല, അതുകൊണ്ടാ വരാഞ്ഞത്. കിട്ടണമായിരുന്നു. എന്റെ നെഞ്ച് ബജി കോരണ കണ്ണാപ്പ പോലെ ആയാലും എനിക്ക് ഓരോന്ന്. നമുക്ക് എവിടെയാണ് പിഴച്ചത്? അതാണ് ഞാനും ആലോചിക്കുന്നത്. നമുക്കല്ല, നിങ്ങൾക്കാണ് പിഴച്ചത്. എനിക്കാ? അതെങ്ങനെ? നമ്മൾ ഇവിടെ വന്നിറങ്ങിയില്ലേ, ആ സമയം മുതൽ ഒന്ന് റീവൈൻഡ് ചെയ്ത് ആലോചിച്ച് നോക്കിയേ. അമ്പിളിക്കുട്ടാ, എന്താടാ? അല്ല, ഇത്ര നേരം ഈ മാനറിസം ഇല്ലായിരുന്നല്ലോ. കാലിൽ ഒരു ബബിൾ കോട്ടിയെ തറ തേച്ചാടാ. അതായിരുന്നാ അമ്പിളിക്കുട്ടാ? നിനക്കറിയാല്ല, നിന്റെ 36ാമത്തെ പെണ്ണ് കാണലാണ്. ഒരിടത്തും കല്യാണം നടന്നിട്ടുമില്ല. എനിക്ക് ഇഷ്ടം പോലെ അടി കിട്ടിയിട്ടുണ്ട്, വാങ്ങിച്ചു തന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെയെങ്കിലും മാന്യമായിട്ട് പെരുമാറണം. കിടിലായിരിക്കും. അങ്ങനെ ആയിരുന്നു ആ കഴിഞ്ഞ പ്രാവശ്യം ആ കോട്ടയത്ത് കൊണ്ട് പെണ്ണ് കാണിച്ചില്ലേ, അതിനെങ്കിലും നിനക്ക് ഇഷ്ടപ്പെടണമായിരുന്നല്ലോ. കോട്ടയത്തോണ്ട് കാണിച്ച പെണ്ണിന്റെ ഗുണമെന്ന് പറയല്ലേ, ആ പെണ്ണ് പോർച്ചുഗലാണ്. ചേർച്ചയില്ലെങ്കിൽ അവൾ അനിയത്തി കെട്ടിച്ചേരുന്നല്ലോ. ചേർച്ചയില്ലെന്നല്ല, പെണ്ണ് പോർച്ചുഗലിൽ ജോലിയുള്ള പെണ്ണാണ്. ഇംഗ്ലീഷൊക്കെ പറയുള്ളൂ കൊച്ചു. അതെങ്ങനെ? നീ സ്കൂളിൽ പോയാലും നിനക്ക് വായി നല്ല ഇംഗ്ലീഷ് വരുള്ളൂ. ആര് പറഞ്ഞാൽ സ്കൂളിൽ പോയിട്ടില്ല? നീ സ്കൂളിൽ പോയിട്ടുണ്ടോ? ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ട്. നിന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞോ? അത് ഒരു കാര്യമുണ്ട്. ഈ പഠിപ്പിസ്റ്റ് എന്ന പേര് വരുമെന്നുള്ളതുകൊണ്ട് ഞാൻ ടീച്ചർ ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ല. പഠിപ്പിസ്റ്റിന്റെ അടുത്ത് ടീച്ചർ എന്താണാവോ ചോദിച്ചത്? ടീച്ചർ ചോദിച്ചു മഴ പെയ്യുന്നത് എങ്ങനെന്ന്. പഠിപ്പിസ്റ്റ് എന്ന പേര് വരും എന്നുള്ളത് കൊണ്ട് തവള കരഞ്ഞിട്ടാണ് മഴ പെയ്യും എന്നറിയാവുന്ന ഞാൻ ഇടാതിരുന്നു. അല്ലെങ്കിൽ പഠിപ്പിച്ച പേര് വരും. അതിനാണോ സ്കൂളിൽ നിന്ന് പുറത്താക്കിയത്? അല്ല, അതിനല്ല പുറത്താക്കിയത്. ഒരു ദിവസം ഇതേ ടീച്ചർ തന്നെ എന്നോട് ചോദിക്കുകയാണ്, താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന എവിടെന്ന്. ഓഹോ, എന്നിട്ട് എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞൂടെന്ന്. അയ്യോ, അല്ലെ പഠിപ്പിച്ച പേര് വരും. അപ്പൊ ടീച്ചറോട് കയറിക്കടാ ബെഞ്ചിന്റെ മേളിലെന്ന്. എന്നിട്ട് നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ടെറസിന്റെ മേളിൽ കയറിട്ട് കാണാൻ വയ്യ, പിന്നെയാണ് ബെഞ്ചിന്റെ മേളിൽ കയറി നിന്നിട്ട്. അങ്ങനെ പറഞ്ഞു വിട്ടല്ലേ? അങ്ങനെ വെറുതെ പറഞ്ഞു വിട്ടില്ല, വായി തോന്നി എന്തൊക്കെയോ പറഞ്ഞിട്ട് പറഞ്ഞു. ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാത്തത്. ആര് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞൂടാ? നിനക്ക് ഇംഗ്ലീഷ് ഒന്നും അറിഞ്ഞൂടാ? ഇംഗ്ലീഷിൽ എനിക്ക് പച്ചവെള്ളം പോലെ അറിയാമെങ്കിൽ 2 വാക്ക് തെറ്റാതെ ഇംഗ്ലീഷ് പറയടാ. ഇംഗ്ലീഷാ? ഞാൻ കേട്ടോ. അശ്വതി അച്ചു ലോക്ക്ഡ് ഹർ പ്രൊഫൈൽ. അശ്വതി അച്ചു ബ്ലോക്ക് ചെയ്യും. അത് ഇന്നും പയ്യന്മാരുടെ ഇടയിൽ ചുരുളിയാത്തൊരു രഹസ്യമാണ്. അശ്വതി അച്ചു അപ്പൊ ആരും കണ്ടിട്ടില്ല. നമ്മുടെ സിനിമയുടെ നോബിയില്ലേ, അവൻ വരെ കുണ്ടന്നൂർ പാലത്തിന്റെ അടിയിൽ നിൽക്കി അശ്വതി അച്ചുവിനെ കാണാം.
അവ വൈകുന്നേരം ഇവിടെ ചാരിയെന്നാണ് അതിന്റെ തൂണ് വളഞ്ഞു പോയത്. അപ്പൊ നിനക്ക് ഇങ്ങനെയുള്ള പെണ്ണുങ്ങളെ ഇഷ്ടപ്പെടത്തില്ല. ഓരോ പെൺകുട്ടികൾക്ക് ഓരോ സങ്കല്പങ്ങളുണ്ട് ഭർത്താക്കന്മാരെ പറ്റി. തന്നെ അതാണ് ഞാൻ ബ്രോക്കറിന്റെ അടുത്ത് പറയുന്നത്. എന്നെ ഒരു സ്ഥലത്ത് പെണ്ണ് കാണിക്കാൻ കൊണ്ടുപോയാൽ ആ പെണ്ണിന്റെ സങ്കല്പങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കണ്ടേ? ഞാൻ അങ്ങനെ അറിയാതെ വന്നിട്ടൊന്നുമില്ല. ഞാൻ എവിടെ തെറ്റ് കാണിച്ചാ? കഴിഞ്ഞ ആഴ്ച കൊണ്ടുപോയ പെണ്ണ്, അവിടെ എന്തോ കുഴപ്പം? ആ പെണ്ണ് പറയാണ് പയ്യൻ ജിമ്മായിരിക്കണമെന്ന്. നിന്നെ പോലെ നാട്ടിൽ ചുമ്മാ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടാ? ചുമ്മാ ഇരിക്കുന്നല്ലെന്ന്, പയ്യൻ ജിമ്മായിരിക്കണമെന്ന്. എന്നിട്ട് അങ്ങനെ എനിക്ക് വാശി കയറി. ഞാൻ നേരെ ജിമ്മിൽ പോയി. ജിമ്മിൽ ചെന്നപ്പോ അവിടെ നിൽക്കുന്നു ഋത്തിക് റോഷൻ അല്ല, എന്റെ മാമൻ. എന്നിട്ട് മാമൻ പറയാണ് മക്കളെ എന്ത് വന്നത്? ഞാൻ ജിമ്മിൽ വന്നത്. അങ്ങനെ ജിമ്മിൽ വെറുതെ വന്നിട്ട് കാര്യമില്ല, ഈ പച്ചക്കറികളൊക്കെ കഴിക്കണമെന്ന്, പ്രത്യേകിച്ചും വെണ്ടയ്ക്ക. നല്ലതാ. പിന്നെ മാമൻ പറഞ്ഞൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, വെണ്ടയ്ക്ക കഴിക്കുമ്പോൾ അതിൽ പുഴു കാണുമെന്ന്. പറഞ്ഞു തീർന്നുണ്ടോ? കാണാനില്ല. വെണ്ടയ്ക്ക് അല്ല, മാമന. അങ്ങനെ ഞാൻ ജിമ്മിൽ നിന്ന് താഴെ ഇറങ്ങി പച്ചക്കറി കടയിൽ വന്നിട്ട് ഒരു വെണ്ടയ്ക്ക എടുത്ത് തുറന്നു നോക്കിയപ്പം അതിനകത്തിരിക്കുന്നു മാമന, അല്ല പുഴു. ശരി, എന്നിട്ട് ഞാൻ ഈ പുഴുവിനെ ചീന്തി കളഞ്ഞ് അവിടുന്ന് 1 കിലോ വെണ്ടയ്ക്കയും മേടിച്ചിട്ട് വീട്ടിലോട്ട് പോയപ്പം ആണ്ടാ കയ്യും കാലും ഒടിഞ്ഞ് കയറി വരുന്നു പുഴു. അല്ല മാമൻ. ഈ മാമന്റെ പുഴു അല്ല, മമ്മൂട്ടിയിട്ടാണ്. എടാ, എന്തിനാടാ ദൂരെ ഓടി ഓടി നടക്കുന്നത്? നിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് നല്ലൊരു പെണ്ണെ കണ്ടുപിടിച്ച് കല്യാണം കഴിച്ചാ പോരെ? ഓ, എന്റെ നാട്ടിൽ നിന്ന് എനിക്ക് പെണ്ണേ വേണ്ട. എന്റെ നാട്ടിന്റെ ഗുണമൊന്നും എന്റെ അടുത്ത് പറയരുത്. വെറുതെ ചുമ്മാ ഇരുന്നാലും ഓടി ഒന്നും ഇടിക്കുന്ന ആൾക്കാരാ. ചുമ്മാ ഓടി ഒന്നും ഇടിക്കും. നീ എവിടെയാണ് ചുമ്മാ ഇരുന്നത്? പെണ്ണുങ്ങള് കുളിക്കുന്ന കുളിക്കട. എടാ, അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണമായിരുന്നു. ആൾക്കാർ വരുമ്പോ നീ പറയണമായിരുന്നു, എന്റെ അതേ ഐഡിയ, നമ്മൾ മീൻ പിടിക്കാൻ വന്നു. അയ്യോ, ഞാനും അത് തന്നെ പറഞ്ഞത്. എന്നിട്ട് കൈതക്കാട്ടിന്റെ ഇടയിൽ ആരും കൊണ്ട് വെച്ചേക്കുന്ന മീനെന്ന് ചോദിച്ചാൽ കൈതക്കാട് അവിടെ മറ്റൊരു ഉണ്ടായിരുന്നു. കൈതപ്പൂ പറിച്ച് ഓണത്തിന് അത്തോടാൻ വന്നതാണ്. ഓ, നമ്മളെ രണ്ടുപേരെ മനസ്സ് ഒരുപോലെ തന്നെ. ഞാൻ അത് തന്നെ പറഞ്ഞത്. എന്നിട്ട് ജനുവരിയിൽ നിന്റെ അച്ഛൻ കൊണ്ടുവച്ചേക്കുന്നതാണ് ഓണം. അതിനുശേഷം ഞാൻ ഒരൊറ്റ അക്ഷരമാരത്ത് മിണ്ടിയിട്ടില്ല. അത്രയ്ക്ക് ദേഷ്യം. അതുകൊണ്ടല്ലേ ഫസ്റ്റ് അടിക്കാൻ എന്നെ നാക്ക് തന്നു. പിന്നെ അങ്ങനെ ഉണ്ട്. സോഷ്യൽ മീഡിയ ഒക്കെ ഇല്ലേ, നീ അതിനകത്ത് ആരെങ്കിലും ഒന്ന് പ്രണയിച്ചൂടെ നിനക്ക്? അങ്ങനെ പറയരുത്. എനിക്കും പ്രണയമൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ പ്രണയിച്ചു. പക്ഷെ ഈ പ്രണയിച്ച് അവസാനം എല്ലാ പെണ്ണുങ്ങളും എന്റെ അടുത്ത് പറയും, ചേട്ടാ എന്നെ സഹോദരിയായിട്ട് കണ്ടുകൂടെയെന്ന്. അങ്ങനെ പറയുള്ളൂ. അപ്പൊ നീ മനസ്സ് മടുത്തില്ല. ഞാൻ പിന്നെ പ്രേമിച്ചു. പക്ഷെ ഒരു പെൺകൊച്ച് ഭയങ്കര ആത്മാർത്ഥയായിരുന്നു. ആത്മാർത്ഥമുണ്ട്. അവൾ എന്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ മരണത്തിനല്ലാതെ നമ്മളെ ആർക്കും പിരിക്കാൻ കഴിയില്ലെന്ന്. ആത്മാർത്ഥത ഉണ്ടടാ. ഒരു ദിവസം അവള് പറയാണ്, അവളെ കുഞ്ഞമ്മയുടെ നാത്തു മരിച്ചു, അതുകൊണ്ട് നമുക്ക് പിരിയാം. ഓരോരോ കാരണങ്ങളല്ലേ. നീ മനസ്സ് തളർന്നു. അങ്ങനെ ദേഷ്യം വന്ന ഒരു രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു പാരയുടെ മൂട്ടി പോയിരുന്നു. ഞാൻ നോക്കി പാരണ്ട് അതിനകത്ത് ഒരു ആണി അടിച്ചു വെച്ചേക്കുന്നത്. ദേഷ്യം വന്ന് ഞാൻ ആണി വലിച്ചു ഊരി. അതിനകത്ത് യക്ഷി ഇറങ്ങി വന്നു. എന്നിട്ട് യക്ഷി എന്റെ അടുത്ത് പറയുക, ചേട്ടൻ എന്നെക്കാട്ടി നല്ല യക്ഷിയെ വേറെ കിട്ടുമെന്ന്. പോലും വേണ്ടല്ലോടാ നിന്നെ. വേണ്ട, കഷ്ടം തന്നെ. എന്തായാലും നിനക്കൊരു പെണ്ണ് കിട്ടില്ലെന്നാണ് ഒരു ഉറപ്പായി. പക്ഷെ നിന്റെ കാര്യത്തിൽ ഒന്നും ഇറങ്ങി തിരിക്കാൻ പാടില്ല. അതെനിക്ക് നിന്റെ അനിയത്തിക്ക് ഒരു പയ്യനെ കൊണ്ടുവന്നപ്പോ മനസ്സിലായിരുന്നു. ഒരു സുന്ദരനായ പയ്യനെ കൊണ്ടുവന്നു, നല്ല പയ്യൻ, സർക്കാർ ജോലി. നിനക്കായിരുന്നു പ്രശ്നം. അവളെ അടിക്കുന്നു, ബഹളം ഉണ്ടാക്കുന്നു. എന്തായിരുന്നു കുഴപ്പം? അവള് പറയണം അവക്ക് ഇനിയും പഠിക്കണമെന്ന്. ഒരു പെൺകുട്ടി ഇനിയും പഠിക്കണമെന്ന് പറയാൻ തെറ്റാണോ? 10ാം ക്ലാസ്സിൽ 10 തൊട്ട് എഴുതിയിട്ട് തോറ്റ അവൾ ഇനിയും പഠിക്കണമെന്ന് പറഞ്ഞാൽ അവളെ പഠിപ്പിച്ച് കട കയറിയാണ് എന്റെ അച്ഛൻ നാട് വിട്ടു പോയത്. അറിയാമോ? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഈ പെണ്ണിന്റെ വീട്ടിലോട്ട് പോവാം. പെണ്ണോട് വീട്ടിൽ പോകുന്നതിന് മുമ്പ് നീ കല്യാണം എന്ന് എടുത്തു പിടിച്ച് നടക്കല്ലേ? അതിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിനക്ക് അറിയാമോ? എനിക്കറിയണം. കല്യാണം ഓക്കെ, ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അതൊക്കെ എനിക്കറിയാം. അതാണ് ബാക്കി പറ. അതെന്ന് വെച്ചാ അത് രാത്രി ഞാൻ ഇങ്ങനെ കട്ടിലിരിക്കും. അപ്പൊ പെങ്കൊച്ച് ഇങ്ങനെ പാലുമായിട്ട് വരും. ആണെങ്കിലും പറ. എന്നിട്ട് ഞാൻ ഇങ്ങനെ പാല് മേടിക്കും. പാല് മേടിക്കുന്നതിനിടയിൽ ഞാൻ ഇങ്ങനെ എന്റെ ഇടയിൽ കൂടെ കൊച്ചിന്റെ കയ്യിൽ ഇങ്ങനെ ഒന്ന് തലോടും. എന്നിട്ട് പാല് മേടിച്ചിട്ട് പകുതി ഞാൻ കുടിക്കും, പകുതി ആ കൊച്ചിന് കൊടുക്കും. എന്നിട്ട് ഗ്ലാസ് അങ്ങ് വെച്ചിട്ട് ഞാൻ ലൈറ്റ് അങ്ങ് അണയ്ക്കും. ലൈറ്റ് അണച്ചിട്ട് മാമൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ഈ ലൈറ്റ് എത്തുന്ന വാച്ച് കാണിച്ചു കൊടുക്കും. ഈ ലൈറ്റ് കത്തിക്കുന്ന വാച്ച് കാണിക്കാനാണോ ഒരു പെണ്ണിനെ കെട്ടിച്ചേരുന്നത്? ഇരുട്ടത്ത് ഇത് കാണിച്ചാലേ ഗുമ്മ വരത്തുള്ളൂ. അതേ അറിയാവോ? അപ്പം വേറെ ഒന്നും അറിയത്തില്ല. അങ്ങനൊന്നും പറയല്ലേ. ഞാൻ എന്നിട്ട് എണീച്ചിട്ട് ലൈറ്റ് ഇടും. വെളിച്ചത്തിലാണ് താല്പര്യം. എന്നിട്ട് കീ എടുക്കുമ്പോ ബാക്കിലോട്ട് ഡൈവ് ചെയ്യുന്ന പട്ടിക്കുട്ടിയും കാണിച്ചു. അതിനാണ് ലൈറ്റ് ഇട്ടത്. മാമൻ കൊണ്ടുപോയി രണ്ടും. 2 വർഷം കഴിഞ്ഞ് ആ പെണ്ണിന്റെ വീട്ടുകാർക്കും നിന്റെ വീട്ടുകാർക്കും ഒരു കുഞ്ഞിക്കാല് കാണണമെന്ന് പറയുമ്പോ നീ എന്ത് ചെയ്യും? 4 മണിയാകുമ്പോ LP സ്കൂളിന്റെ അങ്ങോട്ട് കൊണ്ടുപോകും. സ്കൂൾ വിടുമ്പോ ഇഷ്ടംപോലെ കുഞ്ഞിക്കാല് കാണാൻ, സാറന്മാര് പോകുമ്പോ വലിയ പെരുങ്കാലും കാണാം. സന്തോഷം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ നിനക്ക് വേറൊരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ പെണ്ണ് കാണാൻ പോകുമ്പോൾ അവിടെ കംപ്ലീറ്റ് പൊളിഞ്ഞു വന്നതിന്റെ കാര്യം നിന്റെ സംസാരമാണ്. ഇനിയെങ്കിലും നമ്മൾ എന്താണ് പറയുന്നത് വ്യക്തമായ ഒരു പ്ലാനിങ് വേണം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ പെണ്ണ് കാണാൻ ചെല്ലുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് വേണോ അതിന്റെ ഇരട്ടി ചോദിക്കണം. മനസ്സിലായ?
ഫോർ എക്സാമ്പിൾ ഇതൊന്നും പേരൊക്കെ സാമ്പിൾ ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു 50 സെന്റ് സ്ഥലം വേണം ഒരു റബ്ബർ തോട്ടം എന്തെങ്കിലും നീ 2 ഏക്കറെങ്കിലും കുറഞ്ഞത് ചോദിക്കണം എങ്കിലും നമുക്ക് 50 സെന്റ് കിട്ടൂ. ഓ അങ്ങനെ മനസ്സിലായോ? ഇപ്പൊ മറ്റൊരു കാര്യത്തിന് നിനക്കിപ്പോ ഒരു ബൈക്ക് വേണം, എന്ത് പറയും? എനിക്ക് റോക്കറ്റ് വേണമെന്ന് പറയും. ജീവിതകാലം മൊത്തം നീ റോക്കറ്റ് വിട്ടോണ്ട് നടക്കുകയുള്ളൂ. എടാ റോക്കറ്റ് നിനക്ക് എന്തിനാടാ? റോക്കറ്റ് ചോദിച്ചാൽ ബൈക്ക് കിട്ടൂ. ആ അപ്പൊ നീ ട്രാക്കിലേക്ക് വന്നു. അതെ. ഒരു കാര്യം മനസ്സിലായല്ലോ. കാര്യം മനസ്സിലായി. എന്ത് വേണം നമുക്ക് അതിന്റെ ഇരട്ടി ചോദിക്കണം. മിടുക്കൻ. വാ. ഓക്കേ, പോവാം. ഇങ്ങോട്ട് അങ്ങോട്ടാണ് മിടുക്കണെന്ന് ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തേ. അതുവരെ ഓക്കെ ഓക്കെ അല്ലേ? ബാക്കിയുള്ളത് പറ. ഞാനൊന്നും ചെയ്തില്ല, നിങ്ങൾ പറഞ്ഞ കണക്ക് തന്നെ ഞാൻ എല്ലാം സെയിം കാര്യം പറഞ്ഞു. സെയിം കാര്യം പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞു? ഞാൻ മറ്റേ വസ്തുവിന്റെ കാര്യം അവർ ചോദിച്ചു. എന്ത് വേണമെങ്കിലും നമ്മൾ ഇരട്ടി ചോദിക്കണം എന്നുള്ളത്. അത് പറ. മോൻ എന്താ വേണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 2 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് വേണം. അപ്പൊ അവരെന്ത് പറഞ്ഞു? അവര് പറഞ്ഞു 2 ഏക്കർ ഒന്നും തരാനില്ല മക്കളെ, വേണമെങ്കിൽ ഒരു 50 സെന്റ് തരാന്ന് പറഞ്ഞു. പിന്നെ അവര് ചോദിച്ചു വണ്ടി വല്ലതും വേണമെന്ന്. ഞാൻ പറഞ്ഞു എനിക്കൊരു ലോറി വേണമെന്ന്. അപ്പൊ അവരൊന്നും ലോറി ഒന്നും തരാൻ പാന്നില്ല മക്കളെ, വേണമെങ്കിൽ ഒരു ബൈക്ക് തരാന്ന്. അതുപോലെ ഞാൻ പറഞ്ഞു. പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? പെണ്ണിനെ ഇഷ്ടപ്പെട്ട്. അവിടെയാണ് പ്രശ്നം തുടങ്ങിയത്. അവര് ചോദിച്ചു പെണ്ണിനെ ഇഷ്ടപ്പെട്ടാന്ന്. ഞാൻ പറഞ്ഞു പെണ്ണിനെ ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് എനിക്ക് പെണ്ണിന്റെ അമ്മയെ കെട്ടിച്ചേരണമെന്ന്. പെണ്ണിന്റെ അമ്മയെ കെട്ടിച്ചേരണമെന്ന്. അതെന്തിനാ? എന്നാലല്ലേ പെണ്ണിനെ കെട്ടിച്ചേരൂ. ഒരു കേടുമില്ല. അവളെ ആന്റിയെ കെട്ടിച്ചേരാൻ പറഞ്ഞാ മതിയായിരുന്നു. എനിക്ക് ആന്റി ക്ലൈമാക്സ് ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റക്കൂട്ടനല്ല, അമ്പിളിക്കുട്ടൻ. വിളിച്ചേക്കാനും മതിയോ?